ഇന്ത്യ ന്യൂസിലൻഡ് രണ്ടാമത്തെ ഏകദിനം രാജ്കോട്ടിൽ നടന്ന ഏകദിനത്തിൽ ന്യൂസിലൻഡ് ഇന്ത്യയെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അന്തസ്സായി തന്നെ ഇന്ത്യ തോറ്റിട്ടുണ്ടെന്ന് പറയാം. അതിൽ ഇന്ത്യക്ക് വേണ്ടി രോഹിത് ശർമ്മ ഇപ്പൊ 2 കളിയിലും അത്യാവശ്യം ഫോമിലല്ല. വിരാട് കോഹ്ലി നിറമങ്ങിയ മത്സരത്തിൽ KL രാഹുലാണ് ഇന്ത്യനെ പുരുതാവുന്ന ഒരു സ്കോറിലേക്കെങ്കിലും എത്തിച്ചത്. 285-7 എന്ന നിലയിലാണ് ഇന്ത്യ 50 ഓവർ കഴിയുമ്പോൾ സ്കോർ എത്തിയത്. ഇതിന് മറുപടിയായിട്ട് ന്യൂസിലൻഡ് അല്ല, ഇന്ത്യയാണ് നല്ല രീതിയിൽ തുടങ്ങിയത്. സെക്കൻഡ് ഇന്നിങ്സ് അത്യാവശ്യം 2 ഓപ്പണർമാരെയും പെട്ടെന്ന് തന്നെ പുറത്താക്കി. അതിനുശേഷം വില്ലിയങ്ങും ഡാരിൽ മിച്ചൽ, അദ്ദേഹത്തെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. നമ്പർ 2 ഓടി ബാറ്ററാണ്. ഇന്ന് ICC റാങ്കിങ് വന്നപ്പോൾ 2ാം സ്ഥാനത്ത് വിരാട് കോഹ്ലിയുമായി 1 പോയിന്റ് മാത്രം വ്യത്യാസത്തിലാണ് ഡാരിൽ മിച്ചൽ 2ാം സ്ഥാനത്ത് ഉള്ളത്. ഇനിയിപ്പോൾ അടുത്ത റാങ്കിങ് വരുമ്പോൾ എന്തായാലും ഡാരിൽ മിച്ചൽ വിരാട് കോഹ്ലിനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ടാവും. കാരണം അവർ തമ്മിലുള്ള സ്കോർ അത്രത്തോളം വ്യത്യാസമുണ്ട് ഇന്നത്തെ മത്സരത്തിൽ. പിന്നെ അദ്ദേഹം ഫിനിഷ് ചെയ്ത് നോട്ട് ഔട്ട് ആയിട്ടാണ് പോയിരിക്കണത്. 131 റൺസോ അങ്ങനെ എന്താണ് അദ്ദേഹം സ്കോർ ചെയ്തേക്കണത്. പിന്നെ ഇന്ത്യൻ മാനേജ്മെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഏതൊരു ക്രിക്കറ്റ് ആരാധകനും തോന്നുന്ന ഒരു സംശയമാണ്. അതായത് ഈ ഇന്ത്യയുടെ ബോളിംഗ് ലൈനപ്പ് ഇപ്പം ബുംറ, ഹർദിക് പാണ്ഡ്യ, ഷമി ഇല്ലാതെ ഇന്ത്യ എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഹർദിക് പാണ്ഡ്യ ഇല്ലാത്തത് സത്യം പറഞ്ഞാൽ ഏതൊരു ഫോർമാറ്റിലായാലും ഇന്ത്യക്കൊരു ഒരു ഗ്യാപ്പ് അവിടെ എപ്പോഴും കാണാം. അപ്പോൾ ഈ ഫോമിലില്ലാത്ത സിറാജിനെയും അതേപോലെ കൺസിസ്റ്റൻ്റ് അല്ലാത്ത പ്രസിദ്ധ് കൃഷ്ണനെയൊക്കെ കൊണ്ട് ഇന്ത്യ എവിടം വരെയും പോകും. കാരണം ഇവർ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് കപ്പ് നടക്കുന്ന സൗത്ത് ആഫ്രിക്കയിലാണ്. അത്യാവശ്യം പേസും ബൗൺസൊക്കെ ഉള്ള ബോളേഴ്സിനെ വേണം, അത്യാവശ്യം ബാറ്റ് നിൽക്കുന്ന ബോളേഴ്സിനെ വേണം. അപ്പോൾ അതിനിപ്പോൾ ഹർഷിത് റാണ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം ബാറ്റ് നിൽക്കുന്നുണ്ട്, അത്യാവശ്യം ബ്രേക്ക് ത്രൂ നൽകുന്നുണ്ട്. പക്ഷേ ഈ കുറച്ചധികം നാളായിട്ട് ഫോമിലല്ലാത്ത സിറാജ്, അതേപോലെ വല്ലപ്പോഴൊക്കെ അവർക്ക് തോന്നുമ്പോഴൊക്കെ വിക്കറ്റ് എടുക്കുന്ന, അല്ലെങ്കിൽ എല്ലാ മത്സരങ്ങളിലും അത്യാവശ്യം നല്ല അടി വാങ്ങുന്ന പ്രസിദ്ധ് കൃഷ്ണ, ഇവരൊക്കെ വെച്ച് ഇന്ത്യൻ ടീം മാനേജ്മെന്റ് എവിടം വരെ പോകും എന്നുള്ളത് ഇപ്പം കളി കാണുന്ന ഏതൊരു ആൾക്കും തോന്നും. ഇപ്പം ഇന്ത്യൻ ആരാധകനാവണമെന്നില്ല, കളി കാണുന്ന ഏതൊരു ആൾക്കും തോന്നുന്ന ഒരു സംശയമാണത്. അപ്പോൾ ഇതിപ്പോൾ ഈ ടീം വെച്ചാണ് ഈ ബോളിംഗ് ഒക്കെ വെച്ചാണ് ഇന്ത്യ വേൾഡ് കപ്പിന് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല, വെറുതെ പോയി തിരിച്ചു പോരാന്നുള്ളൂ. എന്തായാലും ബുംറ, ഹർദിക് പാണ്ഡ്യ ടീമിലേക്ക് തിരിച്ചു വരും. പ്ലസ് ഇതിൻ്റെ കൂടി പ്രസിദ്ധ് കൃഷ്ണ, സിറാജ് കോംബോ ഒന്ന് പൊളിച്ച് വേറൊരു പ്രസിദ്ധ് കൃഷ്ണ സൗത്ത് ആഫ്രിക്കയിൽ കളിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അത്യാവശ്യം ട്രിക്കി പിച്ചാണ്. സിറാജിനെ കുറച്ചധികം നാളായിട്ട് ഇന്ത്യ ഇപ്പോൾ പിന്താങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം നല്ല ഫോം ഔട്ടിലാണ്. അദ്ദേഹത്തെ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. അപ്പം ഇന്ത്യ തോറ്റ് അടുത്ത കളിയിൽ ഇന്ത്യ ശക്തമായി തിരിച്ചു വരുമെന്ന് നമുക്ക് വിചാരിക്കാം.